Hi, hello. Welcome back to Molly's Kitchen. ഇന്നൊരു അടിപൊളി ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഗ്രാസിനെ നല്ല ബോൾ ഷേപ്പിലാക്കി എങ്ങനെ പ്ലാന്റ് ചെയ്തെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചെടി സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ളൊരു പഴയ ബോട്ടിലാണ്. ഒരു ചതുരത്തിലുള്ളൊരു ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെ കയ്യിൽ എങ്ങനെയുള്ള ബോട്ടിലാണോ അവൈലബിൾ അത് നമുക്ക് എടുക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ ബോട്ടിൽ ഫുള്ളായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുപ്പി കംപ്ലീറ്റ് ആയിട്ട് ഹോൾസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയുടെ അടിഭാഗത്ത് കുപ്പിയുടെ മൂടി ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെടി ഇതിലേക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെടിയുടെ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. ഓരോ ഹോൾസിലായിട്ട് അങ്ങനെ ചെടിയുടെ കഷ്ണങ്ങൾ കുത്തി കൊടുക്കാം. എല്ലാ ഹോൾസിലും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പം ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മണ്ണ് നിറച്ച് കൊടുത്തിട്ട് പിന്നെ കമ്പ് വെക്കാൻ വിചാരിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കമ്പിനൊക്കെ ചിലപ്പോൾ ഒരു ഡാമേജൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം കൊമ്പൊക്കെ ഉണങ്ങിപ്പോവും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മണ്ണ് കുറച്ച് കുറച്ചായിട്ട് നിറച്ചതിന് ശേഷം നമുക്ക് ഓരോ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലും കൂടി ഇതുപോലെ കുറച്ച് പീസ് കുത്തി കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഗ്രോത്തായി വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാകും കാണാനായിട്ട്. ഇതെല്ലാം നന്നായിട്ട് വളർന്ന് വരുമ്പം ഈ ബോട്ടിലൊട്ടും കാണില്ല. നന്നായിട്ട് തന്നെ ഈ ചെടി നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കും. അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ ഈ ചെടി വെച്ച് കൊടുക്കുക. പിന്നെ 1-2 മാസം കൊണ്ട് തന്നെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരും. ഫസ്റ്റിൽ ഇതൊരു നനഞ്ഞ കോഴിൻ്റെ മാതിരി തോന്നുമെങ്കിലും പിന്നീട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരും ഈ ഒരു പ്ലാന്റ്. ഇത് ഏകദേശം 1-2 മാസം കൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പം വീഡിയോ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം.